പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിന്നിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ലിസാഡെന്ന്. പല്ലിയെ തിന്നുമെന്ന് ചോദിച്ചാൽ ഒരാൾ എന്തെങ്കിലും ഒരു ഇതിടുമ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ അങ്ങനെ ചോദ്യങ്ങൾ വരുമല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്ന് വന്നു പോയി എന്നുള്ളത് ഞാൻ സമ്മതിക്കണം കേട്ടോ. നിങ്ങൾ പറ ചേരണ്ടോ ഇല്ലയോന്ന്. അമ്മയുടെ ധാരണ ഇത് ചേരൂലെന്നായി. അൺബോക്സിങ് ഒന്ന് എടുത്തു നോക്കി അതിന്റെ വെയിറ്റ്. ഓ വെയിറ്റ് ഉണ്ടല്ലോ. ഇത് വാങ്ങുന്നതാണല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുൾ പച്ചക്കിളി ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പച്ചക്കിളിയെ എന്ന് പറഞ്ഞ് കമന്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ചേരണ നിറമൊന്നും അല്ല, പിന്നെ എപ്പോഴും ഓറഞ്ചും പിങ്കും യെല്ലോയും. അത് നിങ്ങൾ കണ്ടു മടുത്തില്ലേ, ലാവൻഡറും. അപ്പൊ ഞാനൊരു ചേഞ്ചിന് വേണ്ടി നാളെ ഷോപ്പിൽ ചെന്നപ്പോ മെറ്റീരിയൽ എടുത്തപ്പോ ഇതൊരു പച്ച എടുത്തതാട്ടോ. പച്ചക്കിളി പിങ്കിൽ ഡോട്ടുള്ളതുണ്ട്, അവിടെ വയലറ്റിൽ ഡോട്ടുള്ളതുണ്ട്, നേവി ബ്ലൂവിൽ ഡോട്ടുള്ളതുണ്ട്, പിന്നെ പച്ചയിൽ ഡോട്ടുള്ളതാ. ഞാനെന്ന് എറണാകുളത്ത് വന്നപ്പോ എടുത്ത വെട്ടുകാട്ടിന്ന് 2 മെറ്റീരിയൽ എടുത്തില്ലേ അത്. അപ്പൊ ഞാൻ ഓർത്തി ഈ കളർ ഇല്ലല്ലോ എന്ന്. അത് കാരണം ഒരിടത്ത് എനിക്ക് ചേരണ കളറല്ലാന്ന് എനിക്ക് അറിയാം. ഒരു ചേഞ്ച് അല്ല, ഒരു വെറൈറ്റി. അത്ര ചേർച്ച കുറവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പറ ചേരണ്ടോ ഇല്ലയോന്ന്. അമ്മയുടെ ധാരണ ഇത് ചേരൂലെന്ന. എനിക്ക് അത്ര ചേർച്ച കുറവൊന്നും തോന്നുന്നില്ല. അതിന് ചേരണ പാക്കറ്റ് തന്നെ ഇന്ന് ഈ കളർ പാക്കറ്റ് തരാറില്ല അവിടെ. പൊടി 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 ചതച്ച മുളക് പൊടി, നമ്മുടെ സ്ഥിരം ഹോം മെയ്ഡ് ഷാറ പൊടിയാട്ടോ. അതെ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. ചതച്ച മുളക് പൊടി തീർന്നായിരുന്നു. ഇത് ഫുൾ ഇതിലിടാൻ പറ്റൂല. ഇത് ഞാൻ റബ്ബർ ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തീർന്നു കഴിയുമ്പോൾ അതെടുത്ത് ബാലൻസിലേക്ക് വെക്കും. അത് റബ്ബർ ഇട്ട് അങ്ങ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ സൈഡിൽ ഇരുന്നോളും. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണം. നിങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണമെന്ന് അഭിപ്രായം പറയൂ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പുള്ളിക്കാരി പറയാറുണ്ട്. പക്ഷെ ഞാനങ്ങ് അങ്ങനെ വെച്ചേക്കും. പൊട്ടിച്ചു കഴിഞ്ഞാൽ, പൊട്ടിക്കാതെയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച 6 മാസത്തേക്ക് ഇതുണ്ട്, ഇതിന് ഗ്യാരണ്ടി ഉള്ളത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് 6 മാസത്തെ ഗ്യാരണ്ടി ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും നിൽക്കൂല. 100 ഗ്രാമാ ചതച്ച മുളക് പൊടി മേടിക്കണം. 6 മാസം എക്സ്പയറി ആണ്. എക്സ്പയറി, അതെ, എക്സ്പയറി ഡേറ്റ്. അപ്പൊ എങ്ങനെ മെഴുക്കുവരട്ടി തയ്യാറായി. മോരുകാച്ച ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിലിരിപ്പുണ്ടത്. മോരുകാച്ച ഇന്നലെ ഉണ്ടാക്കിയ മോരുകാച്ച. മോരുകാച്ച തേങ്ങ അരച്ചിട്ടുള്ള മോരുകാച്ച കേട്ടോ. കഷ്ണയില്ല, തേങ്ങ അരച്ച മോരുകാച്ച. കുറുകലുണ്ടെന്നല്ലേ പറയാൻ പറ്റില്ല. എന്നാന്നറിയാമോ, ഉണക്കമീൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഉണക്കമീൻ മറക്കാനുണ്ട്. കൊഴുവ തീർന്നു, സൂചി കൊഴുവ. ഇന്നാൾ ആരോ ചോദിച്ചായിരുന്നു പച്ചമീൻ മേടിച്ച് തുടങ്ങിയില്ലേന്ന്. നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മീൻ ഇപ്പൊ കിട്ടാനില്ലാത്ത കാരണം പച്ചമീൻ കുറച്ച് നാളായിട്ട് അറിയാലോ നമ്മൾ ഉപയോഗം ഇല്ലാട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനുകളില്ല. പിന്നെ പുഴമീൻ ഇവിടെ കിട്ടാനില്ല, കാരണം ഈ ഏരിയയിൽ അങ്ങനെ ഇല്ല. പിറവം ഭാഗത്തേക്ക് എന്നാൽ കിട്ടും, ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്തേക്ക് കിട്ടും. പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ മറക്കണം പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം പല്ലിന്ന് പറഞ്ഞായിരുന്നു, പല്ലിമീൻ. അപ്പൊ അത് പല്ലിമീൻ ഉദ്ദേശിച്ച, അതായത് ഇവിടെ ആ പേരിൽ അറിയപ്പെടുന്നത്, അതിന്റെ ടിന്നിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ലിസാഡെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ പല്ലിന്ന് പറഞ്ഞപ്പോ ആരോ ചോദിച്ചായിരുന്നു. അത് ഞാൻ അങ്ങനെ ഷോർട്ട് ഫോം പറഞ്ഞതുകൊണ്ടായിരിക്കും പല്ലി കഴിക്കുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ അതുകൊണ്ടല്ല, പല്ലി മീൻ ഇവിടെ ആ ഉണക്കമീൻ പറഞ്ഞ അതാ ഇപ്പൊ പൊട്ടിക്കാൻ പോണത്. പൊട്ടിച്ചായിരുന്നു ഓൾറെഡി കേട്ടോ, പാക്കറ്റിലിരിക്കുന്നത്. കട്ട് ചെയ്ത് ലുലുന്ന് ഉണങ്ങിയത് വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഇവിടെ. അപ്പൊ ആ മീനിന്റെ പേര് ഇവിടെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല്ലി മീൻ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചത്. പല്ലിയെ തിന്നുമെന്ന് ചോദിച്ചാൽ പല്ലിയെ പറ്റി ആരെങ്കിലും തിന്നുമോ? പല്ലി മീൻ എന്നുള്ളതിലൊന്ന് ഷോർട്ട് ഫോം പറഞ്ഞു പോയി. നമ്മൾ പലതിനും അങ്ങനെ പറയൂല, അതുപോലെ നിങ്ങളോടൊന്ന് പറഞ്ഞു പോയി, അതുകൊണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ അടിയിൽ 2-3 പേരിങ്ങനെ 2-3 അടിയിൽ കമന്റുകൾ ഉണ്ടായിരുന്നു. ലിസാഡെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്, ചിലർ പല്ലി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എന്റെ കയ്യിലെ മിസ്റ്റേക്കാണ്, മീൻ ഞാനതിൽ ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ആ മീൻ പക്ഷെ പടത്തിലുണ്ടല്ലോ, പടത്തിൽ കാണാലോ മീനാണ് എന്നുള്ളത്. ഞാനത് പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞ മേലെയുള്ള സ്ലിപ്പ് കളഞ്ഞായിരുന്നു. പാക്കറ്റിലുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. അത് വറക്കണ കാണുമ്പോ ആർക്കും അറിയാം. പിന്നെ ഒരാള് ഞാൻ പറയാറില്ലേ എപ്പോഴും, ഇത് ഫുള്ളായിട്ട് മുഴുവത്തോടെ ഇട്ടേക്കണം അല്ലേ, ചെറുതായതുകൊണ്ടായിരിക്കും. ഇതൊക്കെ കട്ട് ചെയ്ത് തന്നെ കിടക്കണതാ. ഇതിൽ ഇച്ചിരി ഉപ്പുണ്ട്. കൊഴുവ മേടിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഒട്ടും ഉപ്പില്ല. നമ്മൾ സൂചിക്കൊഴുവയ്ക്ക് ഉപ്പ് ആഡ് ചെയ്താ ചേർക്കണത്. ഇതില് നമ്മൾ ഉപ്പ് സ്വല്പം വെള്ളത്തിലിട്ട് കളയും കേട്ടോ. ചുമ്മാ വെള്ളത്തിലിട്ടാൽ മതി, ഉപ്പ് പൊക്കോളൂ. അധികം ഉപ്പൊന്നും അതിലില്ല. പിന്നെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എന്തെങ്കിലും ഒരു ഇതിടുമ്പോ പിന്നെ അതിന്റെ അടിയിൽ അങ്ങനെ ചോദ്യങ്ങൾ വരുമല്ലോ. പക്ഷെ നിങ്ങൾക്ക് പടത്തിലുണ്ടല്ലോ, പടം കാണുമ്പോ മീനാണെന്ന് കൃത്യമായിട്ട് അറിയാതേ ഉള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ മീൻ മറക്കണ പടവും കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്ന് വന്നു പോയി എന്നുള്ളത് ഞാൻ സമ്മതിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയുവാണ്, പല്ലി ഞങ്ങൾ കഴിക്കാറില്ല. പല്ലി മീൻ ഞങ്ങൾ വറുത്ത് കഴിക്കാറുണ്ട്, ഉണക്ക കേട്ടോ. ഓക്കെ, ഉണക്കമീനില്ലേ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഞങ്ങൾ ഉണക്കമീൻ വറുത്ത് കഴിക്കണത്. ഉണക്കമീൻ ഞങ്ങൾ 1 പീസ് അല്ലെങ്കിൽ കുഞ്ഞ് 2 പീസൊക്കെ എടുക്കുകയുള്ളൂ. അത് ഉപ്പ് മാക്സിമം ഇതിൽ ഒരുപാട് ഉപ്പ് അങ്ങനെ ഇല്ല ഈ മേടിക്കണേൽ.
മാക്സിമം ഉപ്പിട്ട് ഉണങ്ങിയ മീനാണെങ്കിൽ ഞങ്ങൾ വെള്ളത്തിലിട്ട് ഉപ്പൊന്ന് കളയും, അതിന് ശേഷമാണ് എടുക്കണത്. ചില മീൻ അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൂചിക്കുഴുവിക്കൊന്നും ഉപ്പില്ലായിരുന്നു, അത് ഉപ്പ് ആഡ് ചെയ്ത് വർക്ക് ചെയ്തേ. അതെന്നാന്ന് വെച്ചാൽ പച്ചമീനും ഒന്നുമില്ലല്ലോ, പിന്നെ ഇറച്ചി അങ്ങനെ അധികം കഴിക്കണം നല്ലതല്ലല്ലോ എന്ന് ഓർത്ത് അധികം വാങ്ങിക്കാറുമില്ല, ഉപയോഗിക്കാറുമില്ല. അപ്പം ഇത് ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു 2 കഷ്ണം കുഞ്ഞു കഷ്ണത്തിൽ അതാണ് എടുക്കണം ഞങ്ങൾ കേട്ടോ. ചിലപ്പോൾ എല്ലാ നേരവും ഉണ്ടായെന്ന് ഇരിക്കൂല, ഉച്ചയ്ക്ക് എടുത്താൽ പിന്നെ വൈകിട്ട് ചിലപ്പോൾ എടുക്കാറുമില്ല കേട്ടോ. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി മാക്സിമം ഒഴിവാക്കുക, വളരെ കുറച്ച് ഇറച്ചി ഉപയോഗിക്കും എന്നാലും വളരെ കുറവാണ്. അപ്പം ഇതിപ്പോൾ 1-2 കഷ്ണം എടുക്കും, പിന്നെ മോരുകാച്ചോ അല്ലെങ്കിൽ പച്ചമോരോ ഉണ്ടാകും, എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ ഏതെങ്കിലും ഒരു കൂട്ടാക്കൂടെ ഉണ്ടാവും. അത്രയാണ് ഞങ്ങളുടെ ലളിതമായ കറിയിൽ ഉൾപ്പെടണത് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അവരവർ കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ പുഴമീൻ കിട്ടാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ടായി ഈ ഏരിയയിൽ, അത് കാരണം പിന്നെ പച്ചമീനിലേക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗം കുറവാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങണം. നമ്മൾ മേടിക്കുന്ന അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനുകളൊന്നും ഇപ്പോൾ വരവില്ല, അത് കാരണമാണ് അത് സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, എനിക്ക് ഈ രീതിയിലുള്ള പാറ്റേണാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണേ. പലരും പറയും ഇത് പഴയ ഫാഷനാണ്, ശരിയായിരിക്കും കേട്ടോ, പക്ഷെ എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ സുഖമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ മോഡലിൽ തയ്പ്പിക്കണത് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയേ. അതെ, ഇന്ന് സ്പെഷ്യൽ വിഭവമാണെന്ന് അമ്മ പറഞ്ഞേ. നിന്റെ പ്ലാവിലെ വരിക്കച്ചക്കപ്പഴം പറഞ്ഞു. നീ നട്ട മമ്മിയുടെ അടുത്തുനിന്ന് നീ കൊണ്ടുവന്ന് നട്ട പ്ലാവിലെ വരിക്കച്ചക്ക പഴുത്ത് കഴിഞ്ഞപ്പോൾ അപ്പ ഇട്ട് ഇവിടെ വെച്ചിരുന്നു. ഞാൻ അരിഞ്ഞ് വേവിച്ച് തേങ്ങ ശർക്കര ഇട്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കിക്കേ. എങ്ങനെയുണ്ട് ചക്കപ്പഴം? ടേസ്റ്റാ. കുറെ ഫ്രീസറിൽ കയറ്റി അരിഞ്ഞത്. ഇപ്പൊ ഏറ്റവും മുകളിൽ ഒരെണ്ണം കിടക്കണ ഇടാൻ പറ്റൂല, ഭയങ്കര മുകളിലാണ്. ഇനി മിഡിലിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അതും പഴുക്കുമ്പോൾ ഇട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ ചക്ക ഇല്ലാത്ത സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാട്ടോ. അതെ, ചക്ക വിളയിച്ചത് എങ്ങനെയുണ്ട്, രുചിയുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം, കഴിക്കാം നമുക്ക്. ഇത് ചക്ക വിളയിച്ചതാണ് കേട്ടോ, ചക്ക വരട്ടിയതല്ല. പല സ്ഥലങ്ങളിലും ചക്ക വരട്ടിയതിനെ വിളയിച്ചതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വിളയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പഴം അരിഞ്ഞ് വേവിക്കുക, എന്നിട്ട് തേങ്ങയും ശർക്കര അതിൽ ചേർത്ത് ഒന്ന് ചൂടാക്കുക, ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കുക. ഞാൻ ഏലക്ക ചതച്ചാ ഇട്ടേക്കണം, അതുകൊണ്ട് ചിലപ്പോൾ അതിൽ കൊണ്ടുപോലെ ഉണ്ടാവും കേട്ടോ, തരിങ്ങ പൊടിക്കാനുള്ളതില്ല, ഇച്ചിരി അല്ലേ. ഞാൻ ബാക്കി എല്ലാം വേവിച്ച് സിപ്ലോ കവറിൽ നാളെ കാണിക്കാം, ഫ്രീസറിലാക്കി വെച്ചു തണുത്ത് കഴിഞ്ഞപ്പോൾ. എന്നാന്ന് വെച്ചാൽ ഇല്ലാത്ത കാലത്ത് എടുക്കാമല്ലോ. ഇനി ഓർമ്മ കിടക്കണതും താഴെ കിടക്കണതും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ പച്ചച്ചക്ക പാക്ക് ചെയ്ത് കണ്ടല്ലോ. പിന്നെ പച്ച മാങ്ങ 2 അപ്പം ഇന്ന് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി മാർജിനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് തൊണ്ടി എത്തി നുറുക്കി കുഞ്ഞ് സിപ്ലോ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നാളെ എടുത്ത് കാണിക്കാം. പിന്നെ ഈ ഒരു 3-4 കൂടെ എടുത്ത് ശേഖരിച്ച് വെക്കണം, മാങ്ങ ഇല്ലാത്തപ്പോൾ നമുക്ക് മാങ്ങ ഉപയോഗിക്കാമല്ലോ. കാപ്പി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, കാപ്പി എടുത്തോട്ടെ. ഇത് നന്നായി വേവിച്ചിട്ടുണ്ട് അല്ലേ? അത് ശരിക്കും അത്രയും കുഴയാൻ പാടില്ല, വേവിക്കുമ്പോ കുഴയില്ല. വേവിച്ചിട്ട് ഞാൻ പിന്നെയല്ലേ തേങ്ങ ശർക്കര ഇട്ടൊന്ന് ചൂടാക്കണ്ടേ, അതുകൊണ്ട് അത്രയും വെന്തുപോയത്. അങ്ങനെ അരിഞ്ഞ പോർഷൻ കാണേണ്ടതാ ശരിക്ക്. വേവിച്ച് വെച്ചേക്കണ കൗളിൽ കാണിക്കാൻ ഞാൻ. തേങ്ങ ശർക്കര ചേർത്തപ്പോ കുഴഞ്ഞു പോയതാ, അങ്ങനെ കുഴയരുത്. അപ്പോൾ ചക്ക വിളയിച്ചത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. ഒരു ടേസ്റ്റ്, ചക്ക നല്ല മധുരവും ഉണ്ട്. നല്ല ചക്കയാണെങ്കിൽ ചക്ക വിളയിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. പ്രത്യേകിച്ച് ഇത് ഞാൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ നട്ട പ്ലാവിലുണ്ടായ ചക്കയാണത്. അതൊരു ഭയങ്കര ഹൈലൈറ്റഡ് പാർട്ടാണ്. നമ്മൾ ഒരിക്കലും നടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ഭാവിയിൽ നമുക്കത് എങ്ങനെ ഉണ്ടായി കഴിക്കാൻ പറ്റുമെന്നൊന്നും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ ഞാനിത് ഒട്ടും ചിന്തിക്കാതെ നട്ട ഒരു പ്ലാവായിരുന്നു എൻ്റെ കുഞ്ഞിലെ. അന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ പ്ലാവിൽ വലുതാവുമ്പോൾ ചക്ക ഉണ്ടാവും, പഴുക്കും, കഴിക്കും എന്നൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പോൾ പക്ഷേ ഇത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അന്ന് ഇവിടെ വരിക്കയില്ലായിരുന്നു, നമുക്ക് കൂഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭാവിയിൽ നമുക്ക് വരിക്കച്ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് മമ്മിയുടെ അടുത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന തൈ കൊണ്ടുവന്ന് നട്ടതാ. അല്ല, പക്ഷെ അധികം വൈകാതെ അത് കാച്ചു, ഒരുപാട് കാലതാമസമൊന്നും എടുത്തില്ല. 4-5 കൊല്ലമായി കാച്ചു തുടങ്ങി. അന്നേരം കാച്ചു തുടങ്ങുമ്പോ
ചുളക്ക് കട്ടി കുറവായി. വലിയപ്പോ പറഞ്ഞില്ലേനോ അത് കുറച്ച് കഴിയുമ്പോ കട്ടി വെച്ചോളൂ. ഇപ്പൊ നല്ല കട്ടിയായി ചുളക്ക്. ആണോ? അപ്പൊ ചോദിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു ചോള? മധുരം ഉണ്ടായിരുന്നോ? മധുരമുണ്ട്, നല്ല മധുരം. മോളിൽ കിടക്കുന്ന പണി ആ തോട്ടി കൊണ്ട് ഇടായിരിക്കും. കാണിക്കാം. അതെ ചക്കപ്പഴം നല്ല രസം കാണാൻ. ഞാനെടുത്ത് ഉരിഞ്ഞപ്പോ എടുത്ത് വെച്ചതാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ കുറച്ച് പേര് ഗ്രീൻ കളർ അമ്മയൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഗ്രീൻ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഏപ്രിൽ മാറ്റാം. ഓ മുടി ഇനിയിപ്പോ മുടി ഒന്ന് പൊക്കി വെച്ചേച്ച് ഏപ്രിൽ മാറ്റിയേച്ച് മുടിച്ചായതുകൊണ്ട് മുടി നനഞ്ഞിരിക്കുക. മുടി വീണ്ടും അടിച്ച്. അല്ല മുടി നനഞ്ഞു കിടക്കുവാ. അല്ലെങ്കിൽ പിന്നെ മുടി ഉണങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. കുളിച്ചുള്ള 6 ഏപ്രിൽ കുളിച്ച. നിങ്ങളുടെ അഭിപ്രായം പറയാം. ഗ്രീൻ കളർ ഞാൻ ഇട്ടിട്ട് എങ്ങനെയാന്നുള്ളത്. അതെ, ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ കേട്ടോ. പഴയ പാറ്റേൺ തന്നെ. അതെ. അപ്പൊ ഇനി നമുക്ക് അൺബോക്സിങ് തുടങ്ങിയാലോ? അൺബോക്സിങ് ഒന്ന് എടുത്തു നോക്കി അതിന്റെ വെയിറ്റ്. ഓ വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇത്രയും സാധനങ്ങൾ വെയിറ്റ് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ വെയിറ്റ് ഉണ്ട്. എന്തൊക്കെയാ അകത്തൊന്ന് നോക്കി. ഓ മാങ്ങയാണോ? അത് ബെങ്കനംപിള്ളിയാ. ബെങ്കനംപിള്ളി ഇന്നാള് അപ്പയുടെ ബെങ്കനംപിള്ളി ഇന്നാള് മേടിച്ചില്ലേ? മേടിച്ചല്ലോ ബെങ്കനംപിള്ളിക്ക്. ഇവിടെ 1 കിലോ 69 രൂപ. അപ്പം മേടിച്ചത് എത്ര രൂപയ്ക്ക്? അത് അപ്പയുടെ ചോദിക്കുന്നോട് ഞാൻ ചോദിച്ചില്ല റേറ്റ് എത്രയാന്ന്. ബെങ്കനംപിള്ളി നല്ലതായിരുന്നത്. ബെങ്കനംപിള്ളിക്ക് പിന്നെ ഒരു വെള്ള ടേസ്റ്റ് ആണ് അതിന് സ്വതവേ. ബെങ്കനംപിള്ളി അവിടെ 1 കിലോ 69 അപ്പൊ അപ്പ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു എന്നാ അത് ഇച്ചിരി മേടിക്കാൻ മേലാഞ്ഞോന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച മേടിച്ചതാ. കല്യാണാണോ? അല്ല അല്ല, ഇതൊക്കെ ലുലുവാ. എടുത്തോ. എന്നാ വലുതാ നോക്കി. നല്ല മുഴുത്ത. ഇത് 2 1 കിലോയാണോ? 2 1 കിലോ. ഓ ചക്ക പോലെ നല്ല മുഴുപ്പ. ഒന്ന് എടുത്ത് കാണിച്ച്. ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ വെക്കാം. നല്ല മുട്ടന വിളഞ്ഞാന്ന് തോന്നണു അല്ലേ? വലിപ്പം ശരിക്കും ഫോണിൽ അറിയാൻ പറ്റുന്നില്ല. പിന്നെ മറ്റേതൊന്ന് കാണിച്ച്. ഇത് അച്ചിരോടെ മുഴുത്തത്. ഇത് അത്രയും മുഴുപ്പില്ല. പിന്നെ എല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കൂലല്ലോ. ഇതിലും വലുത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് അത് പിന്നെ ചെത്തി കഴിഞ്ഞാൽ ബാലൻസ് ഇരിക്കും. ശരിയാവൂല. ഇതാ ശരിക്കും പാകം. അതെ. അപ്പൊ അത് 2 ഇതിന്റെ പുറത്ത് വെക്കട്ടെ. അവരുടെ പുറത്തങ്ങ് വെച്ചതാട്ടോ. പിന്നെ അടുത്തത് ഇത് മാങ്ങ തന്നെയാണല്ലോ. മല്ലികയാന്ന് തോന്നുന്നു. മല്ലിക പക്ഷെ തീർന്നു തുടങ്ങി കേട്ടോ. ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. ഇത് അവിടെ ഉണ്ടായിരുന്നത് ഉള്ളതില് നല്ലത് ഞാൻ എടുത്തതാ. ഒക്കെ തീർന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് അത് തീർന്നു മല്ലികയുടെ. കല്യാണിൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതിന് 1 കിലോ 119 രൂപയാണ്. അത് ലുലുല്. മല്ലികയല്ല, കല്യാണിൽ അതില് താഴെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല അല്ലേ? എനിക്ക് തോന്നുന്ന സീസൺ ഇതായി കാണും. 2 മല്ലിക മാങ്ങ. എനിക്ക് മല്ലികയുടെ രുചി ഓർത്ത് ഞാൻ മേടിച്ചതാ. എനിക്ക് രുചി ഭയങ്കര ഇഷ്ടം. പഴുത്തു വരുമ്പോ ഒരു പ്രത്യേക മണം അല്ലേ? അത് മാത്രല്ല അതിന്റെ രുചിയിലൊരു പുളി ചേർന്ന രുചിയാ. എനിക്കത് ഇഷ്ടാ കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ മേടിച്ചതാ. അതും 2. അതെ, അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇത് മാങ്ങ തന്നെയാണോ? മാങ്ങ ഫെസ്റ്റിന് പോയോ? പൊട്ടിക്കാൻ എടുക്കാം. അതാണ് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ. അൽഫോൻസ അല്ല. അൽഫോൻസെ അധികം അങ്ങനെ നല്ലത് കണ്ടില്ല. നീല 1 കിലോ 49 രൂപയുള്ളൂ. ആണോ? ഓഫർ അല്ലേ? അതെ അതെ അതെ. പക്ഷെ എല്ലാം പച്ചയാട്ടോ. ഇവിടെ ഇന്നാണ് ബിസ്മിന്ന് മേടിച്ചത്. എല്ലാം കരിം പച്ചയായിരുന്നു. ഇതുപോലെ ഇരുന്ന് പഴുക്കുമായിരുന്നു. ഇരുന്ന് പഴുത്തത് അപ്പ ഇവിടെ ചെത്തി. ഇത് ഒരാഴ്ച എങ്ങനെ എടുക്കുന്നു? 3-4 ദിവസം എന്തായാലും പിടിക്കും പഴുക്കാൻ. അപ്പൊ 3 മാങ്ങ. അതെ, അമ്മയുടെ നൈറ്റിക്ക് മാച്ച് ചെയ്യുന്ന 1 കിലോ 49 അല്ലേ? അതെ അതെ അതെ. 1.5 കിലോയുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നത്. ഉണ്ടാവുമായിരിക്കും. അപ്പൊ 3 ടൈപ്പ് മാങ്ങയാണ് വാങ്ങിച്ചത്. നീലം മാങ്ങ, അതെ, മല്ലിക മാങ്ങ, ഇതിന്റെ പേര് ബെങ്കനംപിള്ളി. 2 അതെ, മല്ലിക 2, നീലം 3. അതെ അതെ അതെ. ഇങ്ങനെ
പല വെറൈറ്റി മാങ്ങകളാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അതെ, ഇന്ന് വേറെ ഒന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഭയങ്കര റഷായി. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഓഫർ ഡേ നടക്കുവാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കേറാൻ മേലെ. നമ്മുടെ നമ്പീശങ്കി ഇല്ലേ, അത് നല്ല ഓഫറിൽ കിടപ്പുണ്ട്. അത് 5 ലിറ്ററിന്റെ ഗീ, അത് എത്രയായിരുന്നു, 2500 രൂപയോ അങ്ങനെ എന്തോ വിലയിൽ കിടപ്പുണ്ട്. പക്ഷെ 5 ലിറ്ററിന്റെ ഗീ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നാളുകൊണ്ടാണ് 1 ലിറ്റർ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളുകൊണ്ടാണ് നമ്മുടെ തീരുന്നത്. നമ്പർ കൂടുതൽ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗം. 5 ലിറ്റർ ഗീയുടെ വില എന്ന് പറയുമ്പോ അതിൽ 1 ലിറ്ററിന് 600 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്, 5 ലിറ്ററിന്റെ. അങ്ങനെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കാട്ടോ, ഒന്നും സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും മേടിച്ചില്ല. ഇത്തവണ മാങ്ങ പ്രളയം. അതെ അതെ, വട്ടിയിലാക്കാം. ഏതെങ്കിലും ഒക്കെ പഴുക്കുവാണെങ്കിൽ കഴിക്കാം.